ഫോണിന്റെ കാര്യം ക്യാമറേന്റെ കാര്യം ഒക്കെ കളക്ടറോട് ചോദിക്കാം. അപ്പൊ എല്ലാം ചോദിക്കും. അവർ നല്ല ജഡ്ജാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് അദ്ദേഹത്തിനെ ജോലി ചെയ്യാൻ അനുവദിക്കണം. ഒരു ജഡ്ജിനായാലും ആരായാലും. അതായത് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ വീട്ടിൽ പോയിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതാക്കുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഉദ്യോഗസ്ഥ അവർ സുഹൃത്തായിട്ടല്ലേ? അങ്ങനെയല്ലേ? അയ്യോ, സുഹൃത്തായിട്ടല്ല, ഏടിയുമായിട്ട് തന്നെ കാണുന്നില്ല. നമസ്കാരം. കേരളത്തിന്റെ പൊതുബോധത്തിൽ ഇന്നും പ്രഹേളികയായി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ മരണം അഥവാ അദ്ദേഹത്തിന്റെ കൊലപാതകം. മുൻ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു യാത്രയയപ്പ് ചടങ്ങിന് ശേഷം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട നിലയിലാണ് പിറ്റേ ദിവസം ADMന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീൻ പുറം ലോകത്തെ അറിയിക്കുന്നത്. എന്നാൽ ഈ മരണത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ ഭാര്യ തന്റെ ഭർത്താവിന്റെ മരണത്തിനു പിന്നിലെ കൃത്യമായ വസ്തുതകൾ അറിയണം, അതിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും നാടകീയമായ പല മുഹൂർത്തങ്ങളും നടക്കുന്നു. ഒടുവിൽ ഡിവിഷൻ ബെഞ്ച് ഈ കേസിൽ വിധി പറയുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഇതിനിടയിൽ പല അഭിഭാഷകരും മഞ്ജുഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരായി. ആദ്യം ജോൺ റാൾഫ് വരുന്നു, പിന്നീട് ശ്രീകുമാർ വരുന്നു, പിന്നീട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ള വരുന്നു. എന്നാൽ ഈ കേസിൽ മഞ്ജുഷയ്ക്കും കുടുംബത്തിനും എതിരായി സർക്കാർ തന്നെ നിലകൊള്ളുന്ന ഒരു രീതിയാണ് കോടതിയിൽ കാണാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സർക്കാർ ADM നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി CBI അന്വേഷണം ആവശ്യമില്ലെന്നും കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. പോലീസും ഈ വാദത്തെ എതിർക്കുകയുണ്ടായി. മഞ്ജുഷയുടെ വാദത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് പോലീസും നിലപാട് സ്വീകരിച്ചത്. എന്നാൽ ഹൈക്കോടതി ഈ വിഷയത്തിൽ വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റു ചില വെളിപ്പെടുത്തലുകൾ തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഏറെ സുപ്രധാനമായത് കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ വീണാമണി എന്നുള്ള ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. പലപ്പോഴും പല സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് അവർ കണ്ണൂർ നിവാസിനിയായ അവർ നടത്തിയ പല പരാമർശങ്ങളും കേരളത്തിന്റെ പൊതുബോധത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. നവീൻ ബാബു കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം നവീൻ ബാബുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് മുമ്പായി വീണാമണി നവീൻ ബാബുവിന്റെ ബന്ധുക്കളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റേത് അസ്വാഭാവിക മരണം തന്നെയാണ്, അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് നവീൻ ബാബുവിന്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബുവിനോട് വീണാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വീണാമണി പറഞ്ഞത്. പിന്നീട് ക്രൈം ഓൺലൈനിലും മറ്റു മാധ്യമങ്ങളിലുമെല്ലാം വീണാമണി നിരവധി അഭിമുഖങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണാമണി സുപ്രീം കോടതിയിൽ ചില സുപ്രധാനമായ രേഖകൾ കൈമാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ എന്നാണ് സുപ്രീം കോടതിയിൽ കൊടുത്തത്, എങ്ങനെയാണ്, ആര് വഴിയാണ് പോയത് എന്നുള്ളതൊന്നും വീണാമണി വ്യക്തമാക്കിയിട്ടുമില്ല. എന്തായാലും വീണാമണി ഇപ്പോൾ ക്രൈമിനോട് മറ്റു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. ക്രൈമിലെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് വീണാമണി ചില ഞെട്ടിക്കുന്ന വസ്തുതകൾ വെളിവാക്കിയത്. അതായത് കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടു അഥവാ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിലെ ഒരു പ്രതിയായ PP ദിവ്യയുമായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയന് വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. സമയത്തും അസമയത്തും അവർ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ ഈ ബന്ധങ്ങൾ കൃത്യമായി തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറായ ഗീത IAS നൽകിയ മൊഴിയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വീണാമണി പറയുന്നത്. അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ കൃത്യമായി കണ്ണൂർ കളക്ടറായ അരുൺ വിജയനും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയ്ക്കും പങ്കുണ്ട് എന്ന് തന്നെ വീണാമണി പറയുമ്പോൾ, ഒപ്പം കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയ്ക്കും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. അത് അസ്വാഭാവികമായ ബന്ധങ്ങൾ തന്നെയാണ്. സമയത്തും അസമയത്തും ഇവർ ടെലിഫോണിലൂടെയും മറ്റും ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കോൾ രജിസ്റ്ററും ടെലിഫോൺ ഡീറ്റെയിൽസും എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കും. തീർത്തും അവിഹിതമായ രീതിയിലേക്കുള്ള ചില ബന്ധങ്ങൾ തന്നെയായിരുന്നു. ഈ ബന്ധങ്ങളുടെ പല വിവരങ്ങളും നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ഈ കൂട്ടുകെട്ടിലുള്ള അവിശുദ്ധമായ ചില ഇടപാടുകളും ചില ബിസിനസ് ബന്ധങ്ങളുമെല്ലാം നവീൻ ബാബുവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ സംഘം ചേർന്ന് നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയത് എന്നാണ് വീണാമണി പറയുന്നത്. തീർത്തും കണ്ണൂർ ജില്ലാ കളക്ടറിലേക്കും PP ദിവ്യയിലേക്കും തന്നെയാണ് വീണാമണി ഈ കേസിന്റെ വിശദാംശങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതും. ഇവരറിയാതെ ADM നവീൻ ബാബു കൊല ചെയ്യപ്പെടില്ല എന്ന് തന്നെയാണ് വീണാമണി പറയുന്നത്.
കണ്ണൂർ കളക്ടറായ അരുൺ വിജയിന്റെയും കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി ദിവ്യയുടെയും അവിശുദ്ധമായ അവിഹിതമായ ബന്ധം തന്നെയാണ്, അത്തരത്തിലുള്ള വഴിവിട്ട ബന്ധം തന്നെയാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കലാശിച്ചതെന്ന് വീണാമണി ക്രൈമിന്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് വ്യക്തമാക്കിയത്. അയ്യപ്പദാസും വീണാമണിയും തമ്മിൽ നടന്ന അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. വീണാമണി, നമ്മൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ സർക്കാർ സംരക്ഷിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺ കെ വിജയൻ എന്ന കളക്ടർ. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു കളക്ടറെ കുറിച്ച് അലിഗേഷൻ വരുമ്പോൾ ധാർമ്മികതയുള്ള സർക്കാർ പിന്നെ കളക്ടറെ അവിടെ നിന്ന് മാറ്റും, പ്രസ്തുത സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ കേസ് അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം അയാൾ വന്നാൽ മതി എന്നൊരു തീരുമാനമെടുക്കും. പക്ഷേ ഈ കേസിൽ സർക്കാർ ഈ മരണം നടന്നതിൻ്റെ ഒരു 7-ാം നാളോ 8-ാം നാളോ മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വസതിയിൽ കണ്ണൂർ വരുന്നു. ഈ കളക്ടറെ അവിടേക്ക് വിളിക്കുന്നു, എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. കളക്ടർ തുടക്കം മുതൽ ഇതുവരെ അടിമുടി കാണിക്കുന്നത് കള്ളത്തരങ്ങളല്ലേ? അത് എന്തൊക്കെയാണ് അതിൽ എടുത്ത് പറയാനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ? ഒന്ന് എല്ലാം പറഞ്ഞോ. കണ്ണൂരിലെ കലക്ടർമാരെ 2002 മുതൽ വന്ന കലക്ടർമാരെടുക്കുമ്പോൾ എല്ലാ കലക്ടറും നല്ല കലക്ടറായിരുന്നു. ഇപ്പം 2009 ഇരിക്കൂറിനെടുക്ക് 10 കുട്ടികൾ മരിച്ചത്. അന്നേരം ഇഷിത റോയ് മേഡാണ് കലക്ടർ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു ചില സന്ദർഭങ്ങൾ പെട്ടെന്ന് നല്ല ഇഷ്യൂസ് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത കുറേ കലക്ടർമാർ, രാജമാണിക്യൻ സാറ്, പിന്നെ ഒരു രാജമാണിക്യൻ സാറ് അവിടുത്തെ ഒരു മുത്ത് തന്നെയായിരുന്നു. അത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും പവറോടെ പ്രവർത്തിച്ച ഒരു പാവം കലക്ടറായിരുന്നു. പാവങ്ങളുടെ ഒരു അത്രയും എല്ലാ കാര്യങ്ങളും സാധാരണക്കാർക്ക് വേണ്ട എല്ലാ കാര്യവും ഒരു ചെറിയൊരു കാര്യമില്ല അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന കളക്ടറായിരുന്നു രാജമാണിക്യ സാറ്. അതുപോലെ തന്നെ രാജമാണിക്യ സാറിന് ശേഷം രത്തൻകേക്ക് സാറ്, അവര് ഡോക്ടറുമാണ് കളക്ടറുമാണ്. അവര് അതിനേക്കാളും ട്രൈബൽസിന്റെ വീടുകളിലെല്ലാം പോയിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴ്ചക്ക് പോയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അതിന് ശേഷം മീർ മുഹമ്മദ് സാർ വന്നു, ബാലകിരൺ സാർ വന്നു. ഇവരൊക്കെ ബാലകിരൺ സാർ വന്ന് പോയതിന് ശേഷമാണ് മീർ മുഹമ്മദ് സാർ വരുന്നത്. ഇവരെല്ലാം അത്രയും പവറുള്ള നല്ല, അതായത് നമ്മൾ പവർ എന്ന് പറയുന്നത് അവിടെ IAS എന്ന പവറിൽ കസേരയിൽ ഇരിക്കുന്ന കസേരൻ്റെ ഇത് അവരുടെ സ്വഭാവം. അവരൊരു റാങ്ക് ലിസ്റ്റിൽ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്തു അവരെയാണ് നമ്മൾ കലക്ടർ എന്ന് ഇതാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ അത്രയും നല്ല പവറോടെയാണ് ജീവിച്ചതാണ്, നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി. ഈ കലക്ടർ മാത്രം അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ആ ആള് വെറും ഫ്രോഡ്. അത്രയും വെച്ചാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരം ഒരാൾക്കും ചെയ്തില്ല. ചിലപ്പോൾ CPM വേണ്ടി ചെയ്തിട്ടുണ്ട്. കാണാനൊക്കെ നമുക്ക് കേറാനൊക്കെ മറ്റ് കളക്ടർമാരിരുന്നപ്പോൾ കാണാനൊന്നും കേറാനൊന്നും പറ്റത്തില്ല. ഇയാൾ അവരെ ആരെയും സാധാരണക്കാരെയൊന്നും കേട്ടില്ല. അയാൾ പറയും ADM കണ്ടോ എന്ന് പറയും. അയാൾ കയറാൻ അനുവദിക്കില്ല. അതായത് അവിടെ കുറേ ആൾക്കാർക്ക് ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ അപേക്ഷ ഞാനാണ് വെച്ചത്, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി. അപ്പം പക്ഷേ അത് പാസ്സാക്കി എല്ലാവർക്കും വെള്ളം കിട്ടി. പക്ഷേങ്കിൽ വെള്ളം കിട്ടാത്തവർക്ക്, വെള്ള കണക്ഷൻ വിച്ഛേദിച്ചവർക്കെല്ലാം അപേക്ഷ കൊണ്ടുപോയാൽ അവർ അത് കാണാൻ അനുവദിക്കില്ല. വെള്ളമൊന്നും കിട്ടിയില്ല, അയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നല്ല ഇപ്പോഴത്തെ കലക്ടർ അരുൺ കെ വിജയൻ അവിടെ ജീവിക്കുന്നത്. അയാൾ ഒരു സഹായവും അയാളിൽ നിന്ന് കിട്ടൂല. അപ്പം നമുക്ക് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ അരുൺ കെ വിജയനെ കുറിച്ച് നമുക്കുണ്ടാകുന്ന സംശയങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ നവീൻ ബാബു സാറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കുന്നത് മുതൽ ഈ നാൾ ഇതുവരെ ഈ കേസിന്റെ നാൾ വഴി ഈ അരുൺ കെ വിജയൻ എന്ന വ്യക്തിനെ ഇതിൻ്റെ അകത്ത് കോടതിയിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അരുൺ കെ വിജയൻ എന്ന വ്യക്തിയെ ചോദിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റ് തലശ്ശേരിയിലല്ലേ? അല്ല, കണ്ണൂർ ഫസ്റ്റ് ക്ലാസ്സിൽ അവര് ചോദിക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല ജഡ്ജാണ് അവിടെ. അവര് ചോദിക്കുന്നുണ്ട് ഫോണിന്റെ കാര്യം, ക്യാമറേന്റെ കാര്യം ഒക്കെ കലക്ടറോട് ചോദിക്കാം. അപ്പൊ എല്ലാം ചോദിക്കുന്നത് അവർ നല്ല ജഡ്ജാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് നന്നായിട്ട് അദ്ദേഹത്തിനെ ജോലി ചെയ്യാൻ അനുവദിക്കണം. ഒരു ജഡ്ജിനായാലും ആരായാലും. അതായത് ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരെ വീട്ടിൽ പോയിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതാക്കുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഉദ്യോഗം നമ്മൾക്ക് കിട്ടിയ കസേര അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ അനുവദിക്കണം. അപ്പോൾ ഈ കലക്ടർ വന്നതിന് ശേഷം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ ഒരു നീതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് അവിടെ എനിക്ക് വന്നിരിക്കാൻ തോന്നിയത് ADM സാറ് മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇയാൾ ഓഫീസിലേക്ക് പോയ ADM സാറ് തന്നെ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ പുറത്തേക്ക് വരുന്നത്. അത്രയും ആണുങ്ങൾ കരയില്ല. ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ക്യാമറ പരിശോധിക്കട്ടെ, ഒരുപാട് തവണ വല്ലാത്ത വിഷമത്തിൽ സീനിയർ ഉദ്യോഗസ്ഥ ഒരു സുഹൃത്തായിട്ടല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അയ്യോ, സുഹൃത്തായിട്ടല്ല. ADM
ADM ആയിട്ട് തന്നെ കാണുന്നില്ല. അല്ല, അവര് അതാണ് correct. ADM ആയിട്ടൊന്നും അദ്ദേഹത്തിന് കാണുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ADM പറയാം. സാർ ഏറ്റവും നല്ല പവറുള്ള നല്ല സത്യസന്ധനായ കലക്ടറാണ്. ആര്? നവീൻ ബാബു സാർ. അദ്ദേഹത്തിന് ഈ അരുൺ എന്ന ആ കലക്ടർ ഒരു നല്ല രീതിയിൽ കാണുന്നില്ല. അരുൺ എന്ന ആ കലക്ടർ വെറും ഫ്രോഡാ. അരുൺ കെ വിജയൻ അല്ല, തേച്ചേനി പറയുന്നില്ല, ഒരു മോശം ആൾക്കാരെ പറ്റി ഞാനങ്ങനെ പറയുന്നില്ല. അയാൾ അത്രയും മോശമായിട്ടാണ് പെരുമാറുന്നത്. അന്നേരം പിന്നെ ഈ കലക്ടർ അന്ന് ഈ മീറ്റിംഗ് വിളിക്കുന്നത് ക്ഷണിക്കാത്ത സദസ്സിലേക്ക് ദിവ്യേനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പൊ അത് വിളിച്ചു വരും. ഇവര് തമ്മിലുള്ള അങ്ങനെ ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണോ? അത് ഈ അരുൺ കെ വിജയനും ഈ PP ദിവ്യയും തമ്മിൽ? അതെ, ദിവ്യ എന്ന വ്യക്തിയും ഈ കലക്ടറും തമ്മിലുള്ള ഫോണുകളിലും പരിശോധിക്കുമ്പോഴും അത് നമ്മുടെ IAS, അതായത് ഡോക്ടർ ഗീത മാഡം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവര് സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ അവരുടെ ആ ഹാർഡ് വർക്ക് ഡോക്ടർ ഗീത മാഡം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് രാജൻ എന്ന ആ മന്ത്രി മുക്കിയിട്ടുണ്ട്. മന്ത്രി മുക്കിയതല്ല, മന്ത്രി മുക്കിയതാകാൻ വഴിയില്ല. രാജൻ എന്ന മന്ത്രി രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് അത് മാറ്റിച്ച്. രാജൻ എന്ന് പറയുന്നത് CPI എന്ന് പറയുമ്പോൾ CPM-ന്റെ മുന്നിൽ മുട്ടടിക്കും അവർക്ക്. റവന്യൂ മന്ത്രി എന്നേ ഉള്ളൂ, അദ്ദേഹത്തിന് കഴിയുന്നില്ല. ആ റിപ്പോർട്ട് സത്യസന്ധമായ വിവരാവകാശം വഴി ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ട്. ചോദിച്ചിരുന്നല്ലേ? അപ്പൊ ലഭ്യമല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഇവര് ഈ കാര്യങ്ങൾ മുഴുവനും ഹൈക്കോടതിയിൽ എത്തിക്കേണ്ടതാണ്. ആരുടെ? ഗീതാ മേഡത്തിന്റെ റിപ്പോർട്ട് ഫസ്റ്റ് ക്ലാസ് കണ്ണൂരും എത്തേണ്ടതാണ്. ജഡ്ജി അറിയേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഗീതാ മേഡം കൊടുത്തിരിക്കുന്നത് കലക്ടർ എന്ന വ്യക്തി ഏത് രീതിയിലാണെന്ന് അവരുടെ ഫോണെല്ലാം പരിശോധിച്ചിട്ട് കിട്ടിയ റിപ്പോർട്ട് തന്നെയാണ് മേഡം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സത്യസന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവര് നമ്മുടെ ഹൈക്കോടതി ജഡ്ജി തൂങ്ങി മരിച്ചു എന്നതിനല്ല ആത്മഹത്യയാണെന്ന് സമ്മർദ്ദം കൊണ്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ ഒരു തെളിവ് ഇവർ കൊടുത്തില്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവര് ചതി ചെയ്തു. അതുകൊണ്ടാണല്ലോ ഈ കോലാഹലങ്ങളെല്ലാം. അല്ല, എനിക്ക് ഇടയ്ക്കൊന്ന് ചോദിക്കാനുണ്ട്. ഈ ഗീത IAS എന്ന ഉദ്യോഗസ്ഥയെ കൊണ്ട് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ചല്ലോ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ കേരള സമൂഹത്തിന് ചോദിക്കാനുള്ള ഒരു സംശയം, ഈ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും ഉണ്ടെന്ന്. അതെ, സത്യസന്ധമായ ഭൂമാഫിയന്റെ ഉണ്ട്. പിന്നെ ദിവ്യയുടെയും ഈ അരുൺ കെ വിജയൻ എന്ന കലക്ടറുടെയും രഹസ്യ ബന്ധങ്ങൾ, അതായത് ഫോണുകളിൽ സംഭാഷണങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ തുടങ്ങിയാൽ എല്ലാ അസമയത്തല്ല ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നമ്മൾ വിളിക്കുന്ന റെക്കോർഡെല്ലാം പരിശോധിക്കാലോ കോടതിക്ക്. അപ്പോൾ ഇത് എന്തിനാണ് ഇപ്പൊ എല്ലാം വ്യക്തമായിട്ട് ഉണ്ട്. ഗീതാ മാഡത്തിന്റെ റിപ്പോർട്ടിലെല്ലാം മറ്റൊരു സംശയം എന്ന് പറയുന്നത്, നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഈ കളക്ടർ കൂടെ അറിയിക്കൊണ്ട് കൊലപാതകം ചെയ്തു. 100% കളക്ടർ ഒന്നാം പ്രതിയായിട്ട് അറിയും. എന്താണെന്ന് വെച്ചാൽ ദിവ്യയും കളക്ടറും രണ്ടാളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാടകങ്ങൾ മുഴുവനും. അതായത് അതിനകത്ത് കളക്ടറും ദിവ്യയും മാത്രമല്ല, ഇതിന്റെയൊക്കെ വീഡിയോസ് എടുത്ത ഒരു മാന്യനുണ്ടല്ലോ, അയാളുണ്ട്, പ്രശാന്ത് ഉണ്ട്, ദിവ്യയുടെ ഭർത്താവുണ്ട്, അതുപോലെ തന്നെ ജയരാജ്, പിന്നെ ഗോവിന്ദ മാഷ ഭാര്യ, ഗോവിന്ദ മാഷ മകൻ, അവരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കഥാപാത്രങ്ങൾ ഒരു പ്രധാന പ്രതിയായിട്ട് ഡോക്ടറും ഉണ്ടല്ലോ.